ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്മനിയപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതി ഒളിപ്പിക്കുന്ന കള്ളത്തരങ്ങളെല്ലാം കഥയിലെ ഓരോ കഥാപാത്രങ്ങളും അറിഞ്ഞു തുടങ്ങുകയാണ് കേട്ടോ. ശ്രുതിയുടെ കാര്യം ഇനി അതോ ഗതി എന്ന് പറയുന്ന പോലെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വർഷയും ശ്രീകാന്തും തമ്മിലുള്ള ആ പ്രണയം അതിങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമൊക്കെ വർഷ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചെങ്കിലും ശ്രീകാന്തിനോടുള്ള തന്റെ പ്രണയം വർഷ ശ്രീകാന്തിനോട് തുറന്നു പറയുന്നതോടുകൂടി ശ്രീകാന്തിനും തോന്നിപ്പോവുകയാണ് വർഷയുടെ പ്രണയം ആത്മാർത്ഥതയുള്ളതാണെന്നും ഇനി ഒരിക്കലും അവളെ ഒഴിവാക്കാൻ സാധിക്കില്ല എന്നുള്ള സത്യവും. അപ്പൊ ഏതായാലും വർഷ ശ്രീകാന്തിനോട് ഇക്കാര്യം പറയുന്നത് നമ്മുടെ രേവതി കേട്ടുപോവുകയാണ്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് വർഷ ശ്രീകാന്തിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് ശ്രീകാന്ത് തന്നെ അവോയ്ഡ് ചെയ്യുന്നതിന്റെ കാരണവും ചോദിച്ചു പോവുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട്, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇനി മുന്നോട്ട് പോയാൽ ഒരിക്കലും ശരിയാവത്തില്ല, വേറെ രീതിയിലേക്കൊക്കെ എത്തിപ്പോകും. നമ്മുടെ രണ്ട് കുടുംബങ്ങളും തമ്മിൽ ശത്രുതയാണെന്നുള്ള കാര്യം നിനക്ക് അറിയാലോ, അതുകൊണ്ട് അത് മറ്റൊരു തരത്തിലേക്ക് എത്തും, വേറെ കുറെ പ്രശ്നങ്ങൾ അതുപോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തമ്മിൽ പിരിയാമെന്ന് തന്നെ പറയുകയാണ് ശ്രീകാന്ത്. പക്ഷേ വർഷയ്ക്ക് ഒരിക്കലും ശ്രീകാന്തിനെ പിരിയാൻ സാധിക്കില്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെ വർഷ പറയും, എനിക്ക് നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊന്നും അറിയണ്ട, എനിക്ക് ശ്രീകാന്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. ശ്രീകാന്ത് ആണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ധർമ്മസങ്കടത്തിൽപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള സംസാരമെല്ലാം രേവതി മുമ്പേ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ പോയതിനു ശേഷം രേവതി പിന്നീട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, എന്ത് പണിയാടാ നീ കാണിച്ചത്? നിനക്കറിയില്ലേ ആ പെൺകുട്ടി നമ്മുടെ അച്ഛന്റെ ശത്രുവിന്റെ മകളാണെന്നും, കാര്യമെങ്ങാനും ഇവിടെ വീട്ടിലുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കാന്ന് എന്ന് നിനക്ക് വല്ല ധാരണയുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോ കാര്യങ്ങളെല്ലാം രേവതിയോട് പറയുന്നുണ്ട്. ഞാൻ ഒരുപാട് തവണ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചതാണ് വർഷയിൽ നിന്നും, പക്ഷെ എനിക്ക് ഇനി അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വർഷയുടെ ആ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് സാധിക്കില്ല. അതോടൊപ്പം ശ്രീകാന്ത് ഒന്നുകൂടെ ആവശ്യപ്പെടുന്നുണ്ട്, സച്ചിയേട്ടനോട് എങ്ങനെയെങ്കിലും പറഞ്ഞ് ഈ ബന്ധം സമ്മതിപ്പിക്കണം എന്നുകൂടെ. അതിനുശേഷം രേവതി സച്ചിയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സച്ചി അറിയുന്നതും സച്ചിക്ക് അങ്ങോട്ട് ശരിക്കും ദേഷ്യം വരികയാണ്. ആഹാ, അത്രയ്ക്കായോ? ഈ ബന്ധത്തിന് എന്തായാലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അവനെ ആ ശ്രീകാന്തിനെ ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ശ്രീകാന്തിന്റെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ രേവതി സച്ചിയെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ അവനോട് സംസാരിച്ചിരുന്നു, നിങ്ങൾ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്, അവളില്ലാതെ പറ്റില്ലെന്നാണ് എന്നോട് പറയുന്നത്. പിന്നെ വർഷയുടെ സ്വഭാവം ഞാൻ അറിഞ്ഞിടത്തോളം അവൾക്ക് അവളുടെ വീട്ടുകാരുടെ സ്വഭാവം ഒന്നും കിട്ടിയിട്ടില്ല. നല്ല കുട്ടിയാണ്, നല്ല സ്വഭാവമാണ്. അവളോടൊപ്പം ഞാൻ ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലൊക്കെ പോയി, അങ്ങനെ എനിക്ക് നല്ല പരിചയമുണ്ട് വർഷയെ എന്നൊക്കെ പറയുകയാണ് കേട്ടോ രേവതി. പണ്ടേ എനിക്ക് ശ്രീകാന്തും വർഷയും തമ്മിലുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് സംശയം തോന്നിയിരുന്നു, പക്ഷെ ഇപ്പോഴാണ് അത് ക്ലിയർ ആയത്. ഇന്ന് അവള് ഇങ്ങോട്ട് വന്ന് ശ്രീകാന്തിനോട് നേരിട്ട് ഇക്കാര്യം പറയുന്നതെല്ലാം ഞാൻ കേട്ടായിരുന്നു. സച്ചിയാണെങ്കിൽ ഇതൊക്കെ കേട്ടിട്ടും ആദ്യമൊന്നും സച്ചിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ഈ ബന്ധത്തിനെ. ഇതിലെന്തോ ഒരു ചതി പതിഞ്ഞിരിക്കുന്നുണ്ടെന്നും വർഷ എന്തോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ശ്രീകാന്തിന്റെ പുറകെ നടക്കുന്നതും എന്നൊക്കെ സച്ചി പറഞ്ഞപ്പോ രേവതി സച്ചിയോട് പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ആയിരിക്കില്ല, വർഷ നല്ല കുട്ടിയാണ്. നീ അഥവാ വർഷയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ഒരിക്കലും ആ ചതിയിൽ പോയി പെടില്ല. അത് മാത്രമല്ല, വർഷയ്ക്ക് ചതിക്കാനൊന്നും അറിയില്ല, അവളൊരു നല്ല കുട്ടിയാണെന്ന് തന്നെ രേവതി സച്ചിയോട് പറയുന്നുണ്ട്. ഏതായാലും സച്ചി രേവതിയുടെ വാക്കുകളൊക്കെ തൽക്കാലം ഒന്ന് വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് ചോദിക്കുമ്പോൾ രേവതി സച്ചിയോട് പറയും, നമ്മൾ സ്നേഹിക്കുന്ന മനസ്സുകളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയല്ലേ നിലകൊള്ളേണ്ടത്, അപ്പോൾ അതുകൊണ്ട് ഏത് രീതിയിലാണെങ്കിലും അവരെ നമ്മൾ ഒന്നിപ്പിക്കണമെന്ന് പറയുന്നു. ഏതായാലും ആ സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നീട് ഒരിക്കൽ കാണിക്കുന്നത് ശ്രീകാന്ത് രേവതിയെയും കൂട്ടി അമ്പലത്തിലേക്ക് പോവുകയാണ്. രേവതിയാണെങ്കിൽ പൂക്കടയിൽ നിൽക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ശ്രീകാന്ത് വർഷയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അമ്പലത്തിലേക്ക് വരുന്നത് വേറൊന്നിനുമല്ല, വർഷയെ ശ്രീകാന്ത് താലി കെട്ടി വിവാഹം കഴിക്കുന്നു. രേവതിയാണെങ്കിൽ ഇത് കാണുന്നതും ഞെട്ടിത്തരിക്കുന്നുണ്ട്. എന്നിട്ട് ശ്രീകാന്തിനോടായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പണിയാടാ ഈ കാണിച്ചത്? ഈ അമ്പലത്തിലേക്ക് തൊഴുവാൻ വേണ്ടി വരുന്നു എന്ന് പറഞ്ഞിട്ട് താലി കെട്ടി ഈ പെണ്ണിനെ കൂടെ നിർത്തിയിരിക്കുന്നോ? ഇനി ഇതിനെ ചൊല്ലി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് നിനക്ക് അറിയാമോ? അച്ഛൻ അറിഞ്ഞാൽ എന്തുമാത്രം വിഷമിക്കുമെന്ന് നീ ഒന്ന് ഓർത്തു നോക്ക് ശ്രീകാന്തേ എന്നെല്ലാം പറഞ്ഞ് ദേഷ്യവും സങ്കടവും എല്ലാം കാണിക്കുന്നുണ്ട് രേവതി. എന്നാൽ ശ്രീകാന്തും വർഷയുമാണെങ്കിൽ താഴ്മയോടെ രേവതിയോട് പറയുന്നുണ്ട്, ഏട്ടത്തി ഞങ്ങളെ സഹായിക്കണം, ഞങ്ങൾക്ക് ഒരുമിക്കാതെ പറ്റില്ലെന്ന് ഏട്ടത്തിക്ക് അറിയാലോ. രേവതിയാണെങ്കിലും പിന്നീട് അവരുടെ ആ ഒരു സങ്കടത്തിന് മുന്നിൽ രേവതിയുടെ മനസ്സും അലിഞ്ഞു പോവുകയാണ്. അവരോട് ക്ഷമിക്കാമെന്ന് തന്നെ തീരുമാനിക്കുന്നു. ഈ സമയത്താണ് പൂജാരി വന്നിട്ട് ശ്രീകാന്തിനോടും വർഷയോടും രജിസ്റ്ററിൽ ഒപ്പിടാൻ പറയുന്നത്. അവരങ്ങനെ ഒപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴാണ് വേറൊരു സാക്ഷിയുടെ ഒപ്പിടണം എന്ന് പറയുന്നത്. ശ്രീകാന്ത് ഏതായാലും
പിന്നീട് ഒന്നും ആലോചിച്ചില്ല, രേവതിയുടെ നേർക്ക് ആ രജിസ്റ്റർ നീട്ടുകയാണ്. ശ്രീകാന്തിന്റെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു. കല്യാണത്തിന് ഒരു സാക്ഷിയാക്കാൻ വേണ്ടി തന്നെയാണ് രേവതിയെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ചതി തന്നെയാണ് ശ്രീകാന്ത് രേവതിയോട് കാണിച്ചത്. രേവതിയെ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നിട്ട് രേവതിയെ അറിയിക്കാതെയാണ് വർഷയെ താലി കെട്ടിയത്. എന്നാൽ ഇപ്പോൾ ആ രജിസ്റ്ററിൽ രേവതിയെ കൊണ്ട് ഒപ്പിടിയിക്കുകയാണ് ശ്രീകാന്ത്. അങ്ങനെ അതോടുകൂടി ഈ കല്യാണത്തിൽ രേവതിക്കും കൂടി പങ്കുണ്ട് എന്നുള്ള രീതിയിൽ വീട്ടുകാർ സംശയിക്കാവുന്ന ഒരു സാഹചര്യം ശ്രീകാന്തായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു. രേവതിയാണെങ്കിലും മറ്റു വഴികളൊന്നുമില്ലാത്തതിനാൽ ആ സാക്ഷി കോളത്തിൽ ഒപ്പിടുകയാണ്. പിന്നീട് സച്ചിയാണെങ്കിൽ ഇതൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. രേവതിയുടെ നേരെ നല്ലോണം ദേഷ്യപ്പെടുന്നുണ്ട് സച്ചി. കാരണം രേവതി കൂടെ അറിഞ്ഞിട്ടാണ് ഇവരുടെ ഈ കല്യാണം നടത്തിക്കൊടുത്തത് എന്നാണ് സച്ചി ചിന്തിക്കുന്നത്. രേവതിക്ക് ഇവര് തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി മുൻപേ അറിയാമായിരുന്നു, അത് തന്നോടും പറഞ്ഞിട്ടുണ്ടെന്ന് സച്ചിക്ക് അറിയാം. അപ്പൊ രേവതി കൂട്ടു നിന്നിട്ടാണ് ഈ കല്യാണം നടന്നത് എന്നുള്ള രീതിയിൽ അതും പറഞ്ഞ് സച്ചി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. രേവതി തന്നെയാണ് സാക്ഷിക്കോളത്തിലും കൂടെ ഒപ്പിട്ടതെന്ന് അറിഞ്ഞപ്പോ സച്ചിയുടെ ആ തെറ്റിദ്ധാരണ ഒന്നുകൂടെ ഇരട്ടിക്കുന്നു. പക്ഷെ ഏതായാലും പിന്നീട് അതൊക്കെ ശരിയാവുന്നുണ്ട്. കാരണം വർഷയും ശ്രീകാന്തും രേവതിയുടെ ഈ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ സച്ചിയോട് അവര് തുറന്നു പറയുന്നുണ്ട്, ഏട്ടത്തിക്ക് ഒന്നും അറിയില്ലായിരുന്നു, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഏട്ടത്തി എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അങ്ങനെ രേവതിയുടെ ആ ഒരു നിരപരാധിത്വം അവര് തുറന്നു പറയുന്നുണ്ട് സച്ചിയോട്. ഏതായാലും ഈ കല്യാണമൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തുമ്പോഴായിരിക്കും വർഷ ശ്രുതിയെ ആദ്യമായിട്ട് അവിടെ വെച്ച് കാണുന്നത്. പക്ഷെ ശ്രുതിയെ കാണുന്ന വർഷയ്ക്കാണെങ്കിലോ എന്തൊക്കെയോ ചില സംശയങ്ങൾ തോന്നുകയാണ്. മുൻപ് എവിടെയോ വെച്ച് ഈ ശ്രുതിയെ താൻ കണ്ടിട്ടുണ്ട് എന്നൊരു തോന്നൽ വർഷയ്ക്ക് അവിടെ വെച്ച് വരികയാണ്. ഏതായാലും പിന്നീട് ശ്രീകാന്ത് ശ്രുതിയെ വർഷയ്ക്ക് പരിചയപ്പെടുന്നുണ്ട്. ഇത് എന്റെ ഏട്ടന്റെ വൈഫാണ്, ശ്രുതിയുടെ വൈഫാണെന്നൊക്കെ പറഞ്ഞ് ആ സമയത്ത് വർഷ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട്, ശ്രുതി എന്നാണോ പേരെന്ന്. അതേന്ന് ശ്രുതി മറുപടി കൊടുത്തപ്പോ, അല്ല അന്ന് നമ്മൾ പരിചയപ്പെട്ടപ്പോ എന്നോട് വേറെ ഏതോ ഒരു പേരല്ലേ പറഞ്ഞത് എന്നുള്ള രീതിയിൽ വർഷ പറയുന്നത് കേട്ട് ശ്രുതിയാണെങ്കിലും ശരിക്കും ഞെട്ടുന്നുണ്ട്. എങ്കിലും ആ ഞെട്ടലൊക്കെ മറച്ചു വെച്ചുകൊണ്ട് വർഷയോട് പെരുമാറുന്നുണ്ട്. അയ്യോ, അതിന് നമ്മളിപ്പോ ആദ്യമായിട്ടല്ലേ ഇവിടെ വെച്ചല്ലേ കാണുന്നത്, എന്റെ പേര് ശ്രുതി എന്ന് തന്നെയാണ്, ചിലപ്പോ വർഷ കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് തടി ഉരാൻ ശ്രമിക്കുന്നുണ്ട് ശ്രുതി. പക്ഷെ ശ്രുതിക്കാണെങ്കിലും വർഷയെ താൻ മുമ്പ് പരിചയപ്പെട്ടിട്ടുണ്ട് എന്നൊരു സത്യം പിന്നീട് മനസ്സിലാവുന്നുണ്ട്. അന്ന് താൻ വർഷയോട് തന്റെ യഥാർത്ഥ പേരാണ് പറഞ്ഞതെന്നും ശ്രുതി ഓർക്കുന്നു. ആ ഒരു ഓർമ്മ വെച്ചിട്ട് തന്നെയായിരിക്കും വർഷ തന്നോട് ഇന്നങ്ങനെ പറഞ്ഞതെന്നും ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രുതി എന്തായാലും അതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ താൻ എന്റെ പേര് ശ്രുതി എന്ന് തന്നെയാണ് എന്ന് പറഞ്ഞ് വർഷയുടെ മുമ്പിൽ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ച് തന്നെ അങ്ങ് നിൽക്കുകയാണ്. ആ സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷവും പിന്നീട് വീട്ടിൽ ഓരോ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. വർഷയുടെ അച്ഛൻ വീട്ടിൽ വന്നിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. രവീന്ദ്രന്റെ നേരെയൊക്കെ അയാൾ ഷൗട്ട് ചെയ്യുന്നുണ്ട്, നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി എന്റെ മകളുടെ ജീവിതം വെച്ച് കളിക്കുകയാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ആവാതെ പിന്നീട് അത് പരിഹരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. വർഷയും ശ്രീകാന്തും ആണെങ്കിൽ പിന്നീട് ആ വീട്ടിൽ തന്നെ ജീവിതം ആരംഭിക്കുകയും ചെയ്യുന്നു. അങ്ങനെ പോകുമ്പോഴായിരിക്കും വർഷയുടെ ഈ ശ്രുതിയെ പറ്റിയുള്ള ഡൗട്ടുകൾ ഇങ്ങനെ കൂടി വരുന്നത്. ഇവളുടെ പേര് ശ്രുതി എന്നല്ല, കല്യാണി എന്ന് പറഞ്ഞ് മുമ്പ് പരിചയപ്പെട്ടതും കല്യാണം കഴിഞ്ഞ ഒരു പെണ്ണാണെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് തന്നോട് അന്ന് പരിചയപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം, എന്നുള്ള ശ്രുതിയെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം ശ്രീകാന്തിനോട് തുറന്നു പറയുന്നുണ്ട് വർഷ. എന്നാൽ ഇത് കേൾക്കുന്ന ശ്രീകാന്ത് പറയുന്നുണ്ട്, കേട്ടോ നിനക്ക് വെറുതെ ആള് മാറിയതാവും, ഇത് ശ്രുതിയാണ് എന്റെ മൂത്ത ചേട്ടന്റെ വൈഫ്. അവരുടെ അച്ഛനൊക്കെ എന്ന് പറയുന്നത് മലേഷ്യയിൽ വലിയ ബിസിനസ്സാണ്, വലിയ പണക്കാരാണ് അവര്. അതുകൊണ്ട് തന്നെ ശ്രുതി ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെ തന്നെയാണ്, മലേഷ്യയിലാണ്. നീ കാണാനായിട്ട് ഒരു സാധ്യതയില്ലെന്ന് തന്നെ തീർത്തും പറയുന്നുണ്ട് ശ്രീകാന്ത്. അതുമാത്രമല്ല അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾ മാത്രമേ ആയുള്ളൂ എന്നുകൂടെ പറയുന്നത് കേൾക്കുമ്പോൾ വർഷ വിചാരിക്കുന്നുണ്ട് ഒരുപക്ഷെ തനിക്ക് ആള് മാറിയതായിരിക്കുമെന്ന് തന്നെ. ഇങ്ങനെയാണെങ്കിൽ കൂടി വർഷ തന്റെ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ തന്നെ തീരുമാനമെടുത്തുകൊണ്ട് വർഷ താൻ മുമ്പ് പഠിച്ചിരുന്ന കോളേജിലെ കൂട്ടുകാരികളുമായിട്ട് അവരോടായിട്ട് അന്വേഷിക്കുന്നുണ്ട്. നമ്മൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അവിടെ സീനിയറായിട്ട് കല്യാണി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പഠിക്കുന്നില്ലായിരുന്നു, ആ സമയത്തുള്ള ഏതെങ്കിലും ഫോട്ടോ ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഫ്രണ്ട്സിന്റെ അടുത്ത്. അങ്ങനെ ഒരുപാട് അന്വേഷിച്ചതിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും കല്യാണിയുടെ അന്നത്തെ ആ ഒരു ഫോട്ടോ അവർ തപ്പിയെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അതിനകത്താണെങ്കിലും ഓരോരുത്തരുടെയും പേരൊക്കെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശ്രുതിയുടെ സ്ഥാനത്ത് നിൽക്കുന്ന ആളുടെ പേരായിട്ട് കല്യാണി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതോടുകൂടി വർഷയ്ക്ക് തന്റെ ഡൗട്ട് എല്ലാം ക്ലിയർ ആവുന്നുണ്ട്, ഇത് ശ്രുതിയല്ല കല്യാണി തന്നെയാണ് എന്നുള്ള ആ ഒരു സംശയം വെറും സംശയമല്ല, സത്യം തന്നെയാണെന്ന് വർഷ അവിടെ തിരിച്ചറിയുന്നു. ഇവിടെ എല്ലാവരെയും കല്യാണി കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും ഇത് മാത്രമല്ല വ്യാജം, കല്യാണവും കഴിഞ്ഞ് ഒരു കുട്ടിയുമുണ്ട് കല്യാണിക്ക് എന്നുള്ളൊരു സത്യവും വർഷ പിന്നീട് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. എന്തായാലും എല്ലാവിധ തെളിവുകളോടും കൂടി ശ്രുതിയെ പൂട്ടണം എന്നുള്ളൊരു ചിന്തയിൽ വർഷ ഈ കാര്യങ്ങളെല്ലാം തൽക്കാലം ഹൈഡ് ചെയ്ത് വെക്കുകയാണ്. ആരോടും ഒന്നും പറയാതെ മനസ്സിൽ തന്നെ ഈ സത്യം സൂക്ഷിക്കാൻ വർഷ തീരുമാനിക്കുന്നു. എങ്കിലും രേവതിയോട് കാര്യങ്ങളെല്ലാം വർഷ പിന്നീട് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. രേവതി ആണെങ്കിലോ ഇത് നേരെ സച്ചിയുടെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ സച്ചിയോട് പറയുന്നുണ്ട് തൽക്കാലം ഈ കാര്യം ഒപ്പിച്ചതിന് ശേഷം മാത്രം പറഞ്ഞാൽ മതിയെന്നും പറയണം കേട്ടോ. ഏതായാലും സച്ചി ഇത് കേൾക്കുമ്പോഴേ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ ഡൗട്ട് ഉണ്ടായിരുന്നു ശ്രുതിയെക്കുറിച്ച്. എന്തോ ഒരു കള്ളത്തരം എനിക്ക് അന്നേ മണത്തു. അവളുടെ അച്ഛൻ മലേഷ്യയില്, സിംഗപ്പൂരില്, അങ്ങനെ എന്തൊക്കെയായിരുന്നു. എല്ലാം വെറും നുണയായിരുന്നല്ലേ. അല്ലെങ്കിലും ആ ശ്രുതി എന്ന് പറഞ്ഞ കള്ളന് അങ്ങനെ തന്നെ വേണം. അവൻ ആദ്യം ഒരു പെണ്ണിനെ പറ്റിച്ചു, പിന്നീട് എന്റെ അച്ഛന്റെ ആയുഷ്കാലം മുഴുവനുള്ള സമ്പാദ്യവും അവൻ പറ്റിച്ചു. അവൻ ഇത് തന്നെ കിട്ടണം. ഇപ്പതേ അമ്മയും അവരും കൂടെ കണ്ടുപിടിച്ച പെണ്ണ് ഭൂലോക കള്ളി, കല്യാണവും കഴിഞ്ഞ് ഒരു കുട്ടിയും ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് തന്റെ അമർഷം തീർക്കുന്നുണ്ട് സച്ചി. പിന്നീട് ആദിയുടെ അമ്മ തന്നെയാണ് ശ്രുതിയെന്നും ആദിയുടെ അമ്മുമ്മ എന്ന് പറയുന്നത് ശ്രുതിയുടെ സ്വന്തം അമ്മ തന്നെയാണെന്നുള്ള രഹസ്യങ്ങളും എല്ലാം സച്ചിയും രേവതിയും കണ്ടെത്തുന്നുണ്ട്. ഏതായാലും ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്